ഈ കാണുന്ന ആദ്യത്തെ 3 മെഷീനുകൾ ഹൈ സ്പീഡ് മെഷീനുകളാണ്. ഒരു മിനിറ്റിൽ എത്ര വെച്ചിട്ടാണ് ഇത് അടിച്ചടിച്ചടിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കടന്നു പോവാണ്. റിംഗ് ആയതിനു ശേഷം കട്ട് ചെയ്ത് പുറത്തേക്ക് വരാണ് അല്ലെ. ഇവിടെ ഒരു മെഷീൻ കാണുന്നത്, ഇതെന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കസ്റ്റമറിന് കമ്പി ആവശ്യാനുസരണം 30 സെന്റിമീറ്റർ മുതൽ അവർക്ക് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്ത് കൊടുക്കുന്ന മെഷീനാണ്. റിംഗ് ബെൻഡായി ഒരു ഹുക്ക് ഫോം ചെയ്യുന്ന ശേഷം ഒരു കമ്പി അതിന്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ലോക്കായി മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ ഈ ആണി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതാണ് നെയിൽ പോളിഷിംഗ് മെഷീൻ. ഇത്ര സൈസിലൊക്കെയാണ് നിങ്ങൾ ഈ റിംഗ് ചെയ്യുന്നത്? എല്ലാ സൈസിലും നമ്മൾ ചെയ്യും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പറേഷൻ കൈകാര്യം ചെയ്യുന്നത് ചേച്ചിയാണ്. F0 എന്ന് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ മുട്ടുച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. കുരിശിങ്കൽ ഗ്രൂപ്പ്സിലാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഒരു വലിയ ഒരു ഫാക്ടറിയാണ് കുരിശിങ്കൽ ഗ്രൂപ്പ്സിൻ്റെത്. നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ TMT റിംഗ്സ് അല്ലേ. അത് വളരെ ഭംഗിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ചെയ്യുന്ന ഒരു കമ്പനി. ഇത് മാത്രമല്ല, നമ്മൾ നെയിൽസ് കണ്ടില്ലേ, ആണി അന്വേഷിച്ച് എന്നെ തന്നെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട്. ഈ ആണി നിർമ്മിക്കുന്ന ഒരു കമ്പനി കൂടിയാണിത്. ഇത് മാത്രമല്ല കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്, കുരിശിങ്കൽ ഗ്രൂപ്പ്സ്. ഇതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയാൻ പോവാണ്. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജേക്കബാണ്. ജേക്കബ്, കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഈ കമ്പനി ബേസിക്കലി സ്റ്റാർട്ട് ചെയ്ത് 37 വർഷത്തിന് മുകളിലായി. നമ്മൾ മാനുഫാക്ചറിംഗ് സെക്ടറിലോട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട്, അതായത് ഡയറക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമറിലോട്ട് എത്തിക്കുക അല്ലെങ്കിൽ ഡീലർമാരോട് എത്തിക്കുക എന്ന മേഖലയോട് എത്തിയിട്ട് ഒരു 5 വർഷത്തോളമായി. കേരളത്തിൽ ടാറ്റയുടെ റിംഗ് മാനുഫാക്ചർ ചെയ്യുന്ന ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഏക യൂണിറ്റ് ഇതാണ്. ഡയറക്റ്റ് ജംഷഡ്പൂർ പ്ലാന്റ് ചെയ്യുന്നത് അവർ കോയിലായിട്ട് നമുക്ക് ഇവിടെ അയച്ചു തരികയും അതിനെ ടാറ്റ സ്പെക്ക് ചെയ്യുന്ന അതേ സ്റ്റാൻഡേർഡിൽ നമ്മൾ റിംഗ് ആയി മാനുഫാക്ചർ ചെയ്ത് അതത് ഡീലർമാർക്ക് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അപ്പൊ ഇനി എനിക്ക് കാണേണ്ടത് അറിയേണ്ടത് ഇവിടുത്തെ മാനുഫാക്ചറിംഗ് സിസ്റ്റം ആണ്. എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഈ കാണുന്ന? ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് കോയിൽ അല്ലേ? ഇതാണ് TMT കോയിൽസ് എന്ന് പറയുന്നത്. 8mm, 10mm, 12mm ഇങ്ങനെ 3 സ്റ്റാൻഡേർഡ്സിലാണ് വരുന്നത്. ഇതിനെയാണ് നമ്മൾ റിംഗ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ കാണുന്ന കോയിലുകളെ നമ്മൾ കോയിൽ ഫീഡർ എന്ന് പറയുന്നത് ഇതിലോട്ട് ഫീഡ് ചെയ്യും. എന്നിട്ട് ഇതിനെ നമ്മൾ ഡയറക്ട്ലി റീബാറിംഗ് അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് ആൻഡ് റിംഗ് മേക്കിംഗ് മെഷീനിലോട്ട് ഫീഡ് ചെയ്യും കോയിലുകളെ. ഇതിനെ നമ്മൾ ഫീഡ് ചെയ്തിട്ട് ഓരോ കോയിലിന്റെ ടെമ്പറേച്ചർ വെച്ച് ഇതിന്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുകയും സ്ട്രെയിറ്റ് ചെയ്യുകയും ചെയ്ത് കറക്റ്റ് ആണോ നോക്കിയ ശേഷം റിംഗ് മാനുഫാക്ചറിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കടന്നു പോവാണ്. ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് റിംഗ് ആയതിനു ശേഷം കട്ട് ചെയ്ത് പുറത്തേക്ക് വരാണ് അല്ലേ? ഓ, അടിപൊളി. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പറേഷൻ കൈകാര്യം ചെയ്യുന്നത് ചേച്ചിയാണ്. കാരണം ഇങ്ങനെയുള്ള മേഖലയിൽ പൊതുവെ സ്ത്രീകൾ കുറവായിരിക്കും. പക്ഷെ ഇവിടെ കാണുന്നത് മെയിൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ്. ആണിയുടെ ഫാക്ടറിയുടെയും റിംഗ് ഫാക്ടറിയെയും കൺട്രോൾ ചെയ്യുന്നത് ചേച്ചി തന്നെയാണ്. ഇത് ഈ കാണുന്ന ഈ റിംഗ് ഉണ്ടല്ലോ, ഈ റിംഗ് സാധാരണ നമ്മൾ കാണുന്ന ടൈപ്പ് റിംഗ് അല്ലല്ലോ ഉള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ് വരുന്നത്? ISI സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു റിംഗ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ റിംഗ് 135 ഡിഗ്രി ബെൻഡബിൾ ആയിരിക്കണം, 90 ഡിഗ്രി ബെൻഡബിൾ ആയിരിക്കരുത്. കറന്റ് മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിംഗ്സും 90 ഡിഗ്രി ബെൻഡിലാണ് വരുന്നത്. നമ്മൾ കാണുന്ന റിംഗ് ഒക്കെ 90 ഡിഗ്രിയിലാണ് ഒരു ബെൻഡ് വരുന്നത്. അത് അവിടെ നിൽക്കുകയാണ്. അത് അങ്ങനെയല്ല, 135 ഡിഗ്രി റിംഗ് ബെൻഡായി ഒരു ഹുക്ക് ഫോം ചെയ്യുന്ന ശേഷം ആ ഹുക്ക് നമ്മൾ കൺസ്ട്രക്ഷൻ മേഖല ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു കമ്പി അതിന്റെ അകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ലോക്കായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ സെന്ററിലൂടെയാണ് ഒരു കമ്പി ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് എത്ര മാത്രം തിങ്ങിപ്പോയാലും ഇത് പുറത്തേക്ക് പോവാത്ത രീതിയിൽ ലോക്കായി കിടക്കുകയാണ്. അതായത് കൺസ്ട്രക്ഷൻ മേഖല ഇത് പണിത് കഴിയുമ്പോഴത്തേക്ക് വീടിനുള്ള പ്രഷറുകളും മറ്റ് ചാനലുകൾ വഴി അതിന്റെ അകത്ത് റിംഗ് വിടർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. 90 ഡിഗ്രി റിംഗ് ഉപയോഗിക്കുമ്പോൾ 135 ഡിഗ്രി റിംഗ് ഉപയോഗിക്കുമ്പോൾ അത് ലോക്കായിട്ട് കോളം അല്ല പില്ലറിനെ പിടിച്ചു നിർത്തുന്നു. ഇത് ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ടെന്ന് കാണുന്നത്. ISI സ്റ്റാൻഡേർഡ് പ്രകാരം 135 ഡിഗ്രി റിംഗ് തന്നെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ മേഖല ഉപയോഗിക്കാൻ പാടുള്ളൂ. അതെ. പ്രത്യേകിച്ച് കേരളം എന്നുള്ള സംസ്ഥാനം എർത്ത് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ അവിടെ 135 ഡിഗ്രി റിംഗ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. മറ്റ് റിംഗുകൾ കറന്റ്ലി അത് സ്റ്റാൻഡേർഡ് പ്രകാരം അല്ല. എത്ര സൈസിലൊക്കെയാണ് നിങ്ങൾ ഈ റിംഗ് ചെയ്യുന്നത്? ഇവിടെ റിംഗ് ചെയ്യുന്നതിന് ഇന്ന സൈസ് എന്ന് പറഞ്ഞാൽ ഇല്ല. എല്ലാ സൈസിലും നമ്മൾ ചെയ്യും. കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് അല്ലെങ്കിൽ സ്ട്രക്ചർ എഞ്ചിനീയർ റിക്വയർമെന്റ് അനുസരിച്ച് എല്ലാ സൈസുകളും ചെയ്യും. അതായത് അത് 135 ഡിഗ്രി തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ റൗണ്ട്, ഡയമണ്ട്, സ്ക്വയർ, റെക്ടാംഗിൾ ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ചോദിക്കാൻ പോയായിരുന്നു നിങ്ങൾ സർക്കിൾ ഇവിടെ ചെയ്യുന്നുണ്ടോ? സർക്കിൾ മാത്രമല്ല ഏത് ഡിസൈൻസും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ സ്പെസിഫൈ ചെയ്യുന്ന ഏത് ഡിസൈൻ ആണോ അത് നമുക്ക് ഈ മെഷീന് ചെയ്യാൻ പറ്റും. നമുക്ക് ആകെ വേണ്ടത് അതിന്റെ ഡിഗ്രി മാത്രമാണ്. റിംഗ് ചെയ്യേണ്ട ഡിഗ്രികളും അതിന്റെ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ സെക്ഷൻ ചെയ്ത് തരുന്നത് അത് മാത്രം മതിയാവും. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഡിസ്പ്ലേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാനും ചെയ്യാനും പറ്റുന്നത്? ഈ ഡിസ്പ്ലേ നമ്മൾ ആദ്യം ഫീഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഏത് കോയിലാണ്, എത്ര MM കോയിലാണ് ഫീഡ് ചെയ്യേണ്ടത്, അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ എത്ര എണ്ണം വേണം, ഏത് ഡിഗ്രിയിലാണ് പ്രൊഡക്ഷൻ ചെയ്യേണ്ടത്, അന്ന കാര്യങ്ങളാണ് ഫീഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് 15,000 പീസസ് പെർ ഡേ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് ഈ മെഷീൻ. ഈ ഒരു മെഷീൻ കേരളത്തിൽ ഒരെണ്ണേ ഉള്ളൂ അല്ലേ? മെഷീൻ ഒരെണ്ണേ
ഒന്നേ ഉള്ളൂ. വേറെ ആരുടെ ഈ മെഷീൻ ഇല്ല. ഇല്ല. അത് കാരണം ഇത് ഫുള്ളി ഓട്ടോമാറ്റഡ് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനാണ്. ഇതിനകത്ത് കോയിൽ ഫീഡ് ചെയ്യുകയും ബാക്കി അതിന് വേണ്ട കാര്യങ്ങൾ കമ്പ്യൂട്ടർ ആയിട്ട് ഇത് സ്വന്തമായിട്ട് സെൻസ് ചെയ്യുകയും ചെയ്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു മെഷീൻ കാണുന്നത്, ഇതെന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കസ്റ്റമറിന് കമ്പി ആവശ്യാനുസരണം 30 സെന്റിമീറ്റർ മുതൽ അവർക്ക് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്ത് കൊടുക്കുന്ന മെഷീനാണ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ട്? സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കമ്പി ഡയറക്റ്റ് ഉപയോഗിച്ച പോരെ? കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കമ്പി ഉപയോഗിക്കുമ്പോൾ ഒരു 10% വേസ്റ്റേജ് വരുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്ത് വാങ്ങിക്കുമ്പോൾ 0 വേസ്റ്റ് ആണ് അവർക്ക് സംഭവിക്കുന്നത്. 10mm 12mm 8mm കമ്പികളെ 0 വേസ്റ്റിലോട്ട് കൊണ്ടുവരുന്ന മെത്തേഡാണ് ഈ ഉപയോഗിക്കുന്നത് നമ്മൾ, ഈ ഒരു മെഷീൻ വെച്ച് ചെയ്യുന്നത്. അതെ. കസ്റ്റമർ തട്ടടിച്ച് കഴിഞ്ഞ് അവർക്ക് വേണ്ട മെഷർമെന്റ് മാത്രം ഞങ്ങളെ അറിയിച്ചാൽ മതി. ആ അളവിൽ കസ്റ്റമർക്ക് നമ്മൾ കമ്പി ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അടിപൊളി. അടുത്ത ഇനി കാണാൻ പോകുന്നത് ആണിയുടെ മാനുഫാക്ചറിംഗ് ആണ്. ഓക്കെ, ഇത് ഇവിടെ നല്ലൊരു ഭംഗിയായിട്ടുള്ള കുറെ കാഴ്ചകളാണല്ലോ. ഒരേ സമയം 3 റോൾ ഇവിടുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ. ആണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് HP വയർ എന്ന് പറയുന്ന ഹൈ ടെൻസൈഡ് കാർബൺ സ്റ്റീലാണ്. പ്രൈമറി മാനുഫാക്ചറായ ടാറ്റ, വൈശാഖ്, JSW എന്നീ കമ്പനികളിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ ആണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ തിക്നെസ്സിൽ വരുന്ന കമ്പികളായിരിക്കും നമ്മൾ ഇതിനെ ഫീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മെഷീൻ്റെ അകത്ത് അതിനനുസരിച്ചുള്ള അച്ച്, ഹെഡിന്റെ അച്ചും ഷാർപ്നെസ് ചെയ്യാനുള്ള അച്ചും കാണും. ഇതിനെ കട്ട് ചെയ്ത് ആണിയുടെ ഹെഡ് അടിച്ച് താഴത്തോട്ട് വിടുകയാണ് ചെയ്യുന്നത്. ഭയങ്കര സ്പീഡിലാണ് ഈ വർക്ക് ഇവിടെ നടക്കുന്നത് അല്ലേ? അതെ. ഒരു മിനിറ്റിൽ എത്ര വെച്ചിട്ടാണ് ഇത് അടിച്ചടിച്ചടിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഒരു മെഷീൻ ഡെയിലി ഒരു 500 to 800 kg പെർ ഡേ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് നമുക്ക് ഇവിടെ. അത്രയും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ആണി എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാളിറ്റി ആണിയാണ്. ഒരിക്കലും ബെൻഡ് ആയി പോയില്ല. അതുപോലെ ഷാർപ്നെസ് വളരെ കൂടുതലായിരിക്കും. തുരുമ്പിക്കാനുള്ള ചാൻസ് മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് നമ്മുടെ ആണിക്ക് കുറവാണ്. നമ്മൾ ഈ കാണുന്ന ഓരോ മെഷീനിലും വ്യത്യസ്തമായിട്ടുള്ള സൈസിലാണ് ഇത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ കാണുന്ന ആദ്യത്തെ 3 മെഷീനുകൾ ഹൈ സ്പീഡ് മെഷീനുകളാണ്. ഇത് നമുക്ക് 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ച്, 3 ഇഞ്ച്, 4 ഇഞ്ച് വരെയുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള മെഷീനാണ്. അവിടെ ഇരിക്കുന്ന ചെറിയ മെഷീൻ എന്ന് പറയുന്നത് മുള്ളാണികളും പാനൽ പിന്നുകളും പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ലാസ്റ്റ് ആയിട്ട് ഒരു മെഷീൻ കാണുന്നുണ്ടല്ലോ, ഇവിടെ എന്താ ഈ ആണി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതാണ് നെയിൽ പോളിഷിംഗ് മെഷീൻ. ഇതുവഴി നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ആണിയിലെ ഡസ്റ്റും അതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന പിസറും മറ്റു കാര്യങ്ങളും കട്ട് ചെയ്ത് മാറ്റുകയാണ് അതുവഴി ചെയ്യുന്നത്. പക്ഷെ ഇതിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കണ്ട കളറിന് ഒരു വ്യത്യാസവും കൂടി വരുന്നുണ്ട്. അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യഥാർത്ഥ സ്റ്റീലിന്റെ കളറിലോട്ട് അതുവഴി മാറ്റുന്നു. ഇങ്ങനെയുള്ള രീതിയിൽ ആളുകൾ ചോദിക്കുന്നുണ്ടോ ഈ 2 രീതിയിലും വേണം എന്നുള്ളത്? നമുക്ക് 2 രീതിയിൽ റിക്വയർമെന്റ് വരുന്നുണ്ട്. ചിലർക്ക് ആണിയുടെ കളർ സ്റ്റീൽ കളറിലോട്ട് മാറ്റി ചോദിക്കുന്ന ഏരിയ ഉണ്ട്. അവർ ആ ഏരിയയിലോട്ട് സപ്ലൈ ചെയ്യാനാണ് പോളിഷ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ഒറിജിനൽ കളറിൽ തന്നെ കൊടുക്കും. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നത് ഫെറോസ് ലാബ് ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അകത്ത് ഉപയോഗിക്കുന്ന കമ്പിയാണിത്. 3.5 mm തിക്നെസ്സിലുള്ള കമ്പികളെ സ്ട്രെയിറ്റ് ചെയ്ത് ആണ് ഫെറോസ് ലാബുകാർക്ക് കൊടുക്കുന്നത്. കുരിശിങ്കൽ ഗ്രൂപ്പ്സ് ഇവിടെ വേറെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് കൂടാതെ നമുക്കൊരു ഇന്റീരിയർ ഡിവിഷൻ കൂടിയുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് പ്ലൈവുഡിന്റെ പ്രസ്സിംഗ്, കട്ടിംഗ്, എഡ്ജ് ബാനിങ് ആൻഡ് മിനിഫിക്സിംഗ്, അതായത് ജർമ്മൻ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള മോഡുലാർ കിച്ചൺ കബോർഡ്സിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണിത്. ഈ ഒരു മോഡുലാർ കിച്ചൺ ചെയ്യണമെങ്കിൽ കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് ഡിസൈൻ കൊണ്ടുതരണോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കുമോ? ഇല്ല, ഡിസൈൻ തൊട്ട് ഇൻസ്റ്റാളേഷൻ വരെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഡിസൈൻ ഒരു പ്രത്യേക വിങ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്? അതെ, അതായത് നമ്മുടെ ഒരു സ്റ്റാഫ് വന്ന് സൈറ്റ് കണ്ട് അതിന് വേണ്ട അനുസരിച്ചുള്ള ഡിസൈൻ ചെയ്ത് 3D 2D എല്ലാം ഫൈനൽ ആയിട്ട് ശേഷം മാത്രമാണ് നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്യുള്ളൂ. നമ്മൾ കസ്റ്റമർക്ക് 10 വർഷത്തോളം വാറന്റി ഇതിലൂടെ ഒപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാറന്റിയും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത്? നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ സർവീസസും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യും. ഇതൊക്കെ കൂടാതെ എല്ലാത്തരം ബിൽഡിംഗ് മെറ്റീരിയൽസും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. മേജർ ബ്രാൻഡ്സ് ആയ ടാറ്റ, വൈശാഖ്, JSW തുടങ്ങിയവയുടെ റൂഫിംഗ് ഷീറ്റ്, പൈപ്പ്, H ചാനൽ, C ചാനൽ, ആംഗുലർ മെഷ് എല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. എല്ലാം ഹോൾസെയിലാണ് നമ്മൾ. ഇവിടെ കാണുന്നതൊക്കെ ഹോൾസെയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ. കേരളത്തിൽ എല്ലായിടത്തും ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നതായിരിക്കും. കുരിശിക്കൽ ഗ്രൂപ്പിന്റെ MD മാത്യു സാറാണ് ഇവരുടെ കൂടെ ഉള്ളത്. ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് നിങ്ങൾ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? 87 സ്റ്റാർട്ട് ചെയ്ത് 38 വർഷമായി ഈ മേഖലയിൽ വന്നിട്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ 10 വർഷമായി ബിൽഡിംഗ് മെറ്റീരിയൽ വിൽക്കുന്ന ഒരു ഷോപ്പ് കൂടെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ കമ്പനി ആയിട്ട് തന്നെയായിരുന്നു തുടക്കം ഉണ്ടായിരുന്നു? അല്ല, കൺസ്ട്രക്ഷൻ മേഖലയായിരുന്നു 87 സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ഞാൻ കണ്ടു, എങ്ങനെ ഇത് ചെയ്യുന്ന ഒക്കെ കണ്ടു കഴിഞ്ഞു. നല്ല ഭംഗിയായിട്ട് നല്ല ക്വാളിറ്റിയിലും ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കും ജനങ്ങളിലേക്ക്? ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ഡീലർമാർക്ക് നേരിട്ട് സപ്ലൈ ഉണ്ട്. അതുകൊണ്ട് കസ്റ്റമർ നേരിട്ട് വന്ന് വാങ്ങുന്നുണ്ട്. ടാറ്റ ആയിട്ട് ടൈപ്പിലാണ് ഇതിപ്പോൾ പോകുന്നത്. ടാറ്റയുടെ കോയിലെടുത്താണ് ഞങ്ങൾ അടിക്കുന്നത് ഇവിടെ. ടാറ്റയുടെ ഓൾ കേരള ലെവലിൽ ഞങ്ങൾ സർവ് ചെയ്യാനുള്ള അനുവാദം കമ്പനി തന്നിട്ടുണ്ട്. ഒരു ഡീലർ അല്ലെങ്കിൽ കസ്റ്റമർ ഇവിടെ വന്നിട്ട് എടുക്കണോ അല്ലെങ്കിൽ നിങ്ങൾ എത്തിക്കുക, എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം? അത് ഇതിന്റെ ഓളി അനുസരിച്ചാണ്. കൂടുതൽ ഓളി ഉണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അല്ലെങ്കിൽ കസ്റ്റമർ നേരിട്ട് വന്ന് എടുക്കണം. ഫ്യൂച്ചർ പ്ലാൻ എന്താണ് കുരിശിങ്കൽ ഗ്രൂപ്പിന്റെ? നമ്മളിപ്പോൾ ഇവിടെ കേരളത്തിലില്ലാത്തൊരു പുതിയ രീതിയിലൂടെ ഞങ്ങൾ മാറുകയാണ്. ഒരു നിർമ്മാണ മേഖലയിൽ സ്റ്റീലിന് ആവശ്യമായ കമ്പികളെല്ലാം ഏതാണ്ട് സൈസിൽ തട്ടടിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ കട്ട് ചെയ്ത് സൈറ്റിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ മാറുകയാണ്. ഓ, അത് ശരി. അപ്പോൾ കസ്റ്റമർ കുറച്ചുകൂടി എളുപ്പമായി. വേസ്റ്റ് വരുന്നില്ല. ഇപ്പോൾ ഒരു കോളം കെട്ടണമെങ്കിൽ കോളം ഞങ്ങൾ ഇവിടുന്ന് കെട്ടിക്കൊടുക്കും. അത് നെറ്റ് വേണമെങ്കിൽ കെട്ടിക്കൊടുക്കും. അത് സ്റ്റീൽ മേഖലയിൽ ആവശ്യമായ എല്ലാ ഐറ്റംസും
ഞങ്ങളത് നേരിട്ട് ചെയ്ത് സൈറ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഡീലർക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റേജ് ഇല്ല, സമയ ലാഭം. സീലിംഗ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വന്ന് ഞങ്ങൾക്ക് അതിന്റെ പ്ലാൻ തരുവാണെങ്കിൽ, സ്റ്റീലിന്റെ പ്ലാൻ തരുവാണെങ്കിൽ ഞങ്ങൾ അതനുസരിച്ച് കട്ട് ചെയ്ത് സൈറ്റിൽ കൊണ്ടുപോയി ചെയ്തു കൊടുക്കും. ഇത്രയാണ് കുരിശിങ്കൽ ഗ്രൂപ്പിന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലേ? ഇതുവരെ കാണാത്ത കുറെ കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുന്നത്. പ്രത്യേകമായിട്ട് നമ്മൾ TMT റിങ്ങിൻ്റെതും അതേപോലെ തന്നെ നെയിലിന്റെയും വിശേഷങ്ങൾ. അത് ടാറ്റയുടെ മെറ്റീരിയൽ വെച്ചിട്ട് ഓൾ കേരള ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. കേരളത്തിൽ ഈ ഒരൊറ്റ കമ്പനി മാത്രമേ ഉള്ളൂ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആയതുകൊണ്ട് വിളിക്കുക, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അത് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.